ഓരോ കാരണങ്ങൾ കൊണ്ടാണ്. ചിലർ പുതിയ സ്ഥലങ്ങൾ കാണാൻ, ചിലർ നല്ല ഭക്ഷണം കഴിക്കാൻ, ചിലർ മനോഹരമായ ഫോട്ടോകൾ എടുക്കാൻ. പക്ഷേ ഞങ്ങൾ ഈ യാത്രയ്ക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഈ യാത്ര മുഴുവൻ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നടത്തിയ ഉടുപ്പിയിലേക്കുള്ളൊരു ഫാമിലി ട്രിപ്പിൻ്റെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ സാധാരണ നമ്മൾ കാണുന്ന പോലെ ആ സ്ഥലത്തെ ക്ഷേത്രങ്ങളോ ടൂറിസ്റ്റ് സ്പോട്ടുകളോ ഒന്നും കാണാൻ കഴിയില്ല. പകരം കുട്ടികൾ ഏറ്റവും ആസ്വദിക്കുന്ന ബീച്ചുകളും മനോഹരമായ റോഡുകളും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഒക്കെയായി മാത്രമുള്ള ഒരു റൈഡ്. ഈ വീഡിയോയിൽ ബാംഗ്ലൂർ മുതൽ മാംഗ്ലൂർ വരെയുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏതാണ്ട് നെല്ലിമംഗലം ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ഹൈവേ ആണ്. ഈ ഹൈവേയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് എടുക്കണം. സോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി. പക്ഷെ എന്നാലും നമ്മളത് റിക്കവർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടുന്നൊരു 200 മീറ്റർ അല്ല 100 മീറ്റർ 100 മീറ്റർ എത്തുമ്പോഴത്തേക്കും ഫ്ലൈവർ കയറി നമ്മളൊരു തിരിച്ച് അടുത്ത് വരേണ്ടി വരും. കഷ്ടമാണ്. സേലം ഹൈവേ കൂടെ പോകുമ്പോ കേരളം എത്തുന്ന വരെ തരിച്ചു ഭൂമിയല്ലേ. അതെ അതെ. നെല്ലിമംഗലം അല്ലെ, നെല്ലിമംഗലേന്ന് നമ്മൾ ഹസനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണിത്. ഹൈവേ ആയാലും നല്ല പൂക്കളൊക്കെ ആയിട്ട് ഇവിടെ കേട്ടപ്പോ ഒരു ചെറിയ ഉണങ്ങിയ പൂക്കൾ, പക്ഷെ മുന്നേ നല്ല പൂക്കളുണ്ട്. അങ്ങറ്റം വരെ നമുക്ക് കാണാം. നമ്മള് ഹസനിന്ന് ഫുഡ് കഴിക്കാനാ വിചാരിക്കണേ. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹോട്ടൽസ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ നല്ലൊരു ഹോട്ടൽ നോക്കിയപ്പോൾ ഹസനിലുണ്ട്. ആ ഹോട്ടലിൽ പേര് മറന്നുപോയി. അവിടെ എത്തുമ്പോൾ നമുക്ക് പറയാം. എന്തായാലും നല്ല വിശാലമായ റോഡിൽ കൂടെ അധികം ട്രാഫിക് ഒന്നുമില്ല, അധികം നല്ല ഒട്ടും തന്നെ ഇല്ല. നല്ല റോഡിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ട 8 മണിക്കൂറത്തെ യാത്രകൾ കുറഞ്ഞു വരുന്നു. മൂൺ പോയി, സൺ വന്നു. ഇവിടെയൊക്കെ കേട്ടോ കവുങ്ങും തെങ്ങുമാണ് ഈ ഏരിയയുടെ മെയിൻ സാധനം. അതാകും എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും തെങ്ങാണ്. നോക്കത്താ ദൂരത്തോളം തെങ്ങ്, കവുങ്ങ്, തോപ്പ്. ആ വാഴയുണ്ട്. അല്ല, അത് കവുങ്ങാണ് കൂടുതല്, തെങ്ങും കവുങ്ങാണ് കൂടുതല്. എന്തായിരിക്കോ ഇതിന് ഇത്ര യൂസ്? പാക്കുണ്ടാക്കുക അല്ലേ, ആ ഒരു പർപ്പസിന് മാത്രല്ലേ ഇത്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇനി അങ്ങോട്ട് സൂര്യൻ അല്ല വെയിൽ ഉദിച്ചാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാത്ര അത്ര സുഖം ഉണ്ടാവില്ല. കുറച്ച് ഉച്ചയ്ക്ക് മുമ്പ് ഓടി തീർത്താൻ നല്ലതായിരിക്കും. പെട്ടെന്ന് അങ്ങ് ക്ലൈമറ്റ് മാറിയിരുന്നു. ഇത്ര നേരം നമുക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. സൺറൈസ് കാണാം. പെട്ടെന്ന് അങ്ങ് ഫോഗിയായി മാറി. ഓ മൈ ഗോഡ്. അതെ, ഈ സൈഡും ഫ്രണ്ടും ഒന്നും കാണത്തില്ല. ക്ലൈമറ്റ് മാറുമോ? ഇത്ര നേരം നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഫുള്ള് ഫോഗിയായിട്ട്. ഇതിപ്പോ നമ്മള് നെല്ലിമംഗലം നിന്ന് ഹസനിലേക്ക് പോകുന്ന റോഡാണ്. വിൻഡോ തുറന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ഫീൽ അറിയാം. എന്നോട് ഇപ്പോഴല്ല, ഇപ്പൊ ഫുൾ കാറ്റടിച്ച് നമ്മൾ പറയാൻ തുടങ്ങി. എന്നാലും ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല
റെസ്റ്റോറൻ്റ് ഉണ്ട്, ഹോട്ടൽ ജനത റെസ്റ്റോറൻ്റ് ആണ്. അത് എവിടെയാണെന്നൊരു പിടുത്തമില്ല. ഹൈവേയിലത് മാത്രം അറിയാം. അത് തപ്പിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു തണുപ്പ് കുറഞ്ഞു. അതെ, തണുപ്പ് താഴേക്ക് നോക്ക്, ഫുള്ള് കോടയാ. പക്ഷെ ഇത്രയും കോട ഞാൻ ആദ്യമായിട്ട് കേട്ടോ. ഇനിയിപ്പോ മറ്റേ ശകലേഷ്പൂരിനൊക്കെ എത്തുമ്പോഴേക്കൊക്കെ നല്ല കോടയായിരിക്കില്ലേ? ആയിരിക്കാം. ഈ പോക്ക് പോയാൽ മലപ്രദേശല്ലേ. ഞാനിവിടെ ഒന്നും പ്രതീക്ഷിച്ചേ ഇല്ല. ഇതൊക്കെ ഒരു മാതിരി ഡ്രൈ ഏരിയ എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും നാട്ടിൽ പോയിട്ട് പോലും നമുക്ക് ഇത്ര കിട്ടിയിട്ടില്ല. എത്ര കിലോമീറ്റർ? ഒരു 19 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. കൂടുതലുണ്ട്. ഒരു ഇവിടെ ഹസൻ വരെ നമ്മൾ ഏകദേശം നല്ല കോടയിൽ കൂടെ തന്നെയാ വന്നത്. നാട്ടില് നമ്മൾ സാധാരണ സേലം ഹൈവേ കൂടെ പോകുമ്പോ ഒന്ന് കാണും, പിന്നെ കഴിയും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ കാണും കോട. അത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിലോമീറ്റേഴ്സ് ഇങ്ങനെ കിടക്കുക. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഇവിടെയൊക്കെ റോഡ് പണിയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. വൺ സൈഡേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കാണാം. ഇപ്പൊ അത്യാവശ്യം വെയിലായിട്ടുണ്ട്. ഞങ്ങള് ഹസനിൽ നിന്ന് അലു അങ്ങനെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതെ, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല. നമ്മള് ഹൈവേയിൽ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ഒന്നും കണ്ടില്ല. ചില കണ്ടത് ആ സൈഡിലായിരുന്നു. അപ്പൊ നമുക്ക് യൂട്ടേൺ എടുക്കാൻ പറ്റിയതുകൊണ്ട് നമ്മള് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അതെ, ഒരു ജനത ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാണ് നമുക്ക് നമ്മൾ ഹസന് ജസ്റ്റ് കയറുമ്പോൾ തന്നെ എങ്ങാണ്ടാണ്. എന്തായാലും ഹൈവേയിൽ നമ്മളത് കണ്ടില്ല. ഇപ്പൊ നോക്കുമ്പോൾ അത് എന്തായാലും നമ്മുടെ ബാക്കിലാണ്. സോ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് തപ്പി പോകുന്നു. കുട്ടികൾ സ്റ്റിൽ ഉറക്കത്തിലാണ്. അവരെ എണീപ്പിക്കാതിരിക്കാനും ചെറിയൊരു മൈൻഡ് ഉണ്ട് ഞങ്ങൾക്ക്. പക്ഷെ നമ്മളിങ്ങനെ കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫുഡ് കിട്ടില്ല എന്നാണ് കേട്ടത്. ഹസനിൽ നിന്ന് പിന്നെ നമ്മള് ശകലേഷ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങോട്ടൊക്കെ എടുക്കുമ്പോഴേക്കും നമ്മുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ കുറവായിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് കഴിച്ചിട്ട് കയറുന്നതായിരിക്കും നല്ലത്. ഇപ്പം അവിടെ ഒരു ചെറിയ സംഭവമുണ്ട്, സാവി രുചി. കുഴപ്പമില്ലെന്ന് തോന്നല്ലേ? ആരൊക്കെയോ നിർത്തിയിട്ടുണ്ട്. വേണോ? സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് കേറാല്ലേ? ഇനിയിപ്പം ശരി. അപ്പം നമ്മളിവിടെ ഒന്ന് കയറട്ടെ, ഫുഡ് കഴിച്ചിട്ട് കാണാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്ഥലത്തെത്തി. അപ്പോൾ ഒരു ചെറിയ ഷോപ്പുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അത് രണ്ടുപേരും കൂടെ നോക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ നിന്ന് കുറേ സാധനം മേടിച്ചാലാണ് നമുക്ക് സമാധാനമാവത്തുള്ളൂ. എന്താ ലിയാമി? എന്താണ്? അതിനൊന്ന് പൊക്കി പിടിക്കുക. അപ്പം അവൻ പറഞ്ഞു തരും എന്താ വേണ്ടതെന്ന്. രണ്ടുപേരും ഫുഡ് കഴിച്ചാൽ മാത്രമേ സമ്മതിക്കുള്ളൂ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഇഡ്ഡലി ആദ്യം വന്നിട്ടുണ്ട്. ഇതില് ഒരു ഇഡ്ഡലി എങ്കിലും ലിയാമിനെ കഴിപ്പിക്കണം എനിക്ക്. ഇത് ബെന്നെ മസാല ദോശ. ഇത് സാധാ മസാല ദോശ. സോ കുഴപ്പമില്ല. അല്ല, ഇത് സാധാ മസാല ദോശ അല്ല, ഇത് വെറും അത് സാധാ നെയ് റോസ്റ്റ്, ഗീ റോസ്റ്റ്. ഇവിടെ കർണാടകയില് ബെന്നെ എന്ന് പറഞ്ഞാൽ വെണ്ണയാണ്, ഇവിടെ ബട്ടറാണ്. എനിക്ക് ഇവിടെ കിട്ടി. അതെ, സെപ്പറേറ്റ് വെച്ചേക്കുക. എന്തായാലും നമുക്കിത് കഴിക്കാം. ഇഡ്ഡലി വിത്ത് പഞ്ചസാരയാണ് ലിയാം കഴിക്കുന്നത്. ഞാൻ കുറച്ചു നേരം മൊബൈൽ കണ്ട് എങ്ങനെയെങ്കിലും ഫുഡ് കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കടയിൽ നിന്ന് ആവശ്യത്തിലേറെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം വെയിലായിട്ടോ, എന്നുവെച്ചാൽ വെയിലിന് ചൂടൊന്നുമില്ല. കൈ എത്തൂല, ഇത്ര എനിക്ക് എത്തുള്ളൂ. ഉക്ക് ഫുൾ പൊടിയാ. ആ വൈപ്പർ ഇട്ടപ്പോൾ ചെളിയായി മാറി. ഇവിടെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. പൊക്കമുള്ളവർ വന്ന് അതൊന്നും തുടച്ചേ. പണിയെടുക്കണമെന്ന് കാണിക്കാനല്ലേ.
യെസ്, നമ്മളിപ്പോൾ സകലേഷ്പൂർ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ചെറിയ ടൗണും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 2.5 മണിക്കൂറുണ്ട് നമ്മളുടെ ലഞ്ച് കഴിക്കുന്ന സ്ഥലം. സമയം 9:45 അതെ, 9:45 നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാവരും എഴുന്നേറ്റും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ വരെ നിർത്താതെ പോകാന്നാണ് വിചാരിക്കുന്നത്. പിന്നെന്താ, ഈ സകലേഷ്പൂരിനെ പറ്റി എന്തെങ്കിലും അറിയോ? ഇതൊരു പഴയ ടൗൺ ആണെന്ന് തോന്നുന്നു, ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ട്. അല്ല, എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല. ഇവിടെ ഉണ്ടല്ലോ ഒരു ഫോർട്ട് ഉണ്ട്, നമുക്ക് തിരിച്ചു വരുമ്പോ എങ്കിലും കയറാൻ പറ്റണോ? ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിയുന്നതാണ് സകലേഷ്പൂർ. ഇവിടുന്ന് റൈറ്റ് ഈ വഴി. കണ്ടോ, ഒരു വലിയ ടൗൺ തന്നെയാണ് അത്. ഇത് കഴിഞ്ഞ് നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സിലോട്ട് കയറുകയാണ്. അതെ, ഇതോടുകൂടി നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സിലേക്ക് കയറുകയാണ്. വണ്ടി ഇപ്പുറത്ത് കൂടെ വരുന്നല്ലേ, ഇത് നോക്ക്. ഇവിടെ ട്രാഫിക് റൂൾസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പോ ദുബായിലെത്തിയോ? ഒരു സ്കൂള് കണ്ടോ ലിയോ? സ്കൂള് കണ്ടോ? സ്കൂളാണ്. ഇവിടെ കാപ്പി ആയിട്ടോ പ്ലാന്റേഷൻ ഉണ്ടോ, കാപ്പി തോട്ടങ്ങളാണ് ആ മുകളിൽ കാണുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ വരുന്ന വഴി എന്തൊക്കെ കണ്ടോല്ലേ? ആദ്യം കുറെ നേരം ഇതായിരുന്നു, തെങ്ങും കവുങ്ങും ഒക്കെ ആയിരുന്നു. പിന്നെ കുറെ കരിമ്പായി, പിന്നെ കുറെ വെജിറ്റബിൾസിന്റെ സെക്ഷനായി. ഇപ്പൊ ഇതേ കാപ്പിത്തോട്ടങ്ങളായി. കുടഹള്ളി വീടുകളൊക്കെ പഴയ ഒരു അമ്പലം തോന്നുന്നു. വീടുകളൊക്കെ ഉണ്ട്, പഴയ നമ്മുടെ നാട്ടിലെ ഓടിട്ട വീടിന്റെ അതേ ലുക്ക്. നമുക്ക് മാംഗ്ലൂർക്ക് 125 കിലോമീറ്റർ. ഓ, ധർമ്മസ്ഥലൊക്കെ ഈ വഴി തന്നെയല്ലേ? 72 കിലോമീറ്റർ നേരെ തന്നെ. മടിക്കരെ ഇവിടുന്ന് റൈറ്റ് 38 കിലോമീറ്റർ. മുടിക്കര രണ്ടായിരിക്കും അല്ലേ? മുടിഗിരി. നമ്മുടെ ഹെലികോപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പറക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ പറന്ന് പോവോ എന്തോ. അതെ, പറന്ന് പോവോ എന്നറിയില്ല. ഹെലികോപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതിന്റെ ചിറകിന് ചെറിയൊരു വളവുണ്ട്. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ റോഡുകളും വെസ്റ്റേൺ ഗട്ട്സും ഒക്കെ കണ്ട് പതുക്കെ ഈ ബീച്ചിലേക്ക് എത്താം. ആ മഞ്ഞും തണുപ്പൊക്കെ പോയി ഇപ്പൊ ചൂടായിട്ട് വണ്ടിയുടെ അകത്തേക്ക് ചൂട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ 23-ലാട്ട് പെട്ടെന്ന് ടെമ്പറേച്ചറുകൾ മാറുകയാണ്, ക്ലൈമറ്റ് മാറുകയാണ്. ഇനി മൊത്തം വളവും തിരിവുള്ള റോഡുകളാ. അതെ, ഇനി വളവും തിരിവെന്നാണ് ഗൂഗിൾ പറയണത്. നമ്മള് ഹസനിന്ന് ശകലേഷ്പൂരിലാണ് അവിടെ എത്തിയേക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ഡബിൾ റോഡൊക്കെ സിംഗിൾ റോഡായിട്ടുണ്ട്. ഇതൊരു വെസ്റ്റേൺ ഗട്ട്സിൻ്റെ മലയിൽ കൂടിയാണ് നമ്മളീ പോകുന്നത്, മലയുടെ സൈഡിൽ കൂടിയാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. ശകലേഷ്പൂർ ഹസൻ ഡിസ്ട്രിക്റ്റിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കോഫി പ്ലാന്റേഷൻ്റെ ഒരു ഏരിയ കൂടിയാണ്. കോഫി പ്ലാന്റേഷന് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ശകലേഷ്പൂർ. ഫുൾ വളവും തിരിവുള്ള റോഡായതുകൊണ്ട് നമുക്ക് വളരെ സ്ലോയിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻസും കൂടെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ. ഒരു അബി ഫാൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. പിന്നെ ടിപ്പു സുൽത്താൻ്റെ ഒരു ഫോർട്ട് ഉണ്ട്, ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ഫോർട്ടാണ് അത്. നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചൊരു സാധനമാണ് ഈ ടിപ്പു സുൽത്താൻ്റെ ഫോർട്ട്. അത് പക്ഷേ നമുക്കിപ്പോൾ ധൃതി പിടിച്ച് നമ്മൾ പോകുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി സമയമെടുക്കും അവിടെ. അതുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്നില്ല, തിരിച്ചു വരുമ്പോൾ നോക്കാൻ പറ്റുമെന്ന്. അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ സ്റ്റാർ ഷേപ്പാണ്. അതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ 2-3 സ്ഥലങ്ങളുള്ള വ്യൂ പോയിൻറ്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ശകലേഷ്പൂർ.
ഇവിടുന്ന് നമ്മൾ ഇവിടേക്ക് പോകുന്നത് ഷിക്കാരി ഘട്ടിലേക്കാണ് കയറാൻ പോകുന്നത്. അത് വെസ്റ്റേൺ ഘട്ട്സിൻ്റെ ഒരു മെയിൻ ഭാഗമാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റോഡും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സീനറിയാണ് കാണാൻ പോകുന്നത്. നമ്മുടെ ഈ യാത്ര 3 ദിവസത്തെ ട്രിപ്പാണ്. 3 ദിവസം നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉടുപ്പി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു 3 ദിവസത്തെ കാണാനുള്ളതല്ല ഉടുപ്പിയിലുള്ളത് കേട്ടോ, കൂടുതൽ കാണാനുണ്ട്. നമ്മളുടെ യാത്ര ഒരു ഫാമിലി ട്രിപ്പ്, കുട്ടികൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ട്രിപ്പ് ആയതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനായിരിക്കും നമ്മുടെ ട്രിപ്പിൻ്റെ പ്രധാന കാര്യങ്ങളെല്ലാം. അവർക്ക് ബീച്ചും അവിടുത്തെ ആക്ടിവിറ്റീസ് ആയിരിക്കും താല്പര്യം. അതുകൊണ്ട് ഉടുപ്പിയിലെ ബാക്കി കാര്യങ്ങൾ എത്രമാത്രം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ ആദ്യം തന്നെ പോകുന്നത് നമ്മൾ സ്റ്റേ എടുത്തേക്കുന്ന ഉടുപ്പി ഉടുപ്പി സിറ്റി എന്ന് പറയുന്ന ഹോട്ടലിലേക്കാണ്. അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ നേരെ മാൽപ്പേ ബീച്ചിലേക്ക് പോകുന്നു. ഉടുപ്പിയിലെ വൺ ഓഫ് ദ ഫേമസ് ബീച്ചായ മാൽപ്പേ ബീച്ച്, അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീച്ച് വാക്ക് അങ്ങനത്തെ ഒക്കെ ആക്ടിവിറ്റീസാണ് കാണിക്കുന്നത്. അതിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ നമ്മുടെ യാത്ര. അതിനുശേഷം നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി ഇന്നത്തെ ദിവസം അതോടുകൂടി തീർക്കുന്നു. നാളത്തെ ഓരോരുത്തരുടെ എണീക്കൽ അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി ആയിട്ടും കിഡ്സായിട്ടൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഊട്ടി പോയിട്ട് അതെ, നമ്മൾ ഫാമിലിയും കിഡ്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ഉടുപ്പിയിൽ എങ്ങനെയായിരിക്കും സ്പെൻഡ് ചെയ്യുക, ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വ്ളോഗിലൂടെ നിങ്ങൾ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് പോയിക്കൊണ്ടേയിരിക്കാം. ശക്കലേശ്പൂർ എന്ന ഗ്രീനറിയാണ് നമ്മൾ കണ്ടു പോകുന്നത്. പിള്ളേര് ഇനി ബീച്ച് എത്താണ്ട് ഓഹോ, വളവും തിരുവായതുകൊണ്ട് പിള്ളേർക്ക് മടുത്തും തോന്നുന്നു. മടുപ്പും ഒന്നും ചെയ്യാനില്ല, നെറ്റ്വർക്കും ഇല്ല, അതുകൊണ്ട് ചിലരൊക്കെ സൈഡായിട്ടുണ്ട്. മൊബൈലും പറ്റുന്നില്ല, ലാപ്ടോപ്പും പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരും കിടപ്പാ. ഡ്രൈവർ എന്ത് പറയുന്നു? ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ഡ്രൈവർ ഇങ്ങനെ എന്താ പറയാ, ഇച്ചിരി കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് വണ്ടി ഓടിക്കുന്നു. കാരണം ഫുൾ വളവാണ്. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഞാൻ നോട്ടീസ് ചെയ്ത പ്രത്യേകിച്ച് ഹെവി ലോറീസ് ഭയങ്കരമായിട്ട് കൂടുതലുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. ഈ വളവും തിരിവുള്ളതുകൊണ്ട് മിക്ക ആൾക്കാരും ഈ വളവിലിട്ടാണ് ഓവർടേക്ക് ചെയ്യുന്നത്. അത് എനിക്കൊരു ഡേഞ്ചറായിട്ട് തോന്നി. നമ്മൾ ഷിക്കാരി ഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ശക്കലേശ്പൂർ പോലെ തന്നെ ഉള്ള റോഡുകൾ തന്നെയാണ്. ഇടയ്ക്ക് ഹമ്പും വളവും തിരിവൊക്കെ ആയിട്ട് എന്താ പറയുക, വെസ്റ്റേൺ ഘട്ട്സിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സുന്ദരിയായ പശ്ചിമഘട്ടം പച്ചപ്പിലിങ്ങനെ കിടക്കുകയാണ്. മേ ബി ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത ദുഃഖത്തിൽ തുടരുന്നു. അതെ, കണ്ടോ, ചെറിയൊരു റിവർ അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. താഴെ റിവർ, ഒരു സൈഡിൽ മല, പച്ചപ്പ്, നടുക്കേ കൂടെ റോഡ്. ഇതാണ് ഷിക്കാരി ഘട്ട്. ഷിക്കാരി ശംഭു എന്ന് എനിക്ക് ഓർമ്മ വരും. ശംഭു. ബാംഗ്ലൂർക്ക് നമുക്ക് 80 കിലോമീറ്റേഴ്സ് ഉണ്ട്.
ഉടനെ ഉദ്യാൻ. ഉടൻ എന്തൊന്ന് വായിക്കണ്ടേ? ഒരു വലിയ പള്ളി. ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? UDANE. ഞാൻ വായിക്കുന്നില്ല ഇനി. സെന്റ് തോമസ്. ചെറിയൊരു ടൗൺ ആണ് സെന്റ് തോമസ്. നമ്മുടെ നാട്ടിലെ പള്ളികൾ പോലെ. സെന്റ് മേരീസ് കണ്ടു, സെന്റ് തോമസ് കണ്ടു. സെന്റ് മേരീസ് ഉണ്ടോ? നമ്മള് ബോർഡെല്ലാം ഉണ്ടല്ലോ. പള്ളി കണ്ടില്ല, ബോർഡ്. ഇത് പള്ളി കണ്ടില്ലേ? അല്ല, ഞാൻ പറയാ പേരുകൾ. നമ്മൾ മാംഗ്ലൂർ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിലേക്ക് അത്യാവശ്യം വെയിലൊക്കെ അടിച്ച് 22-ലാണ് പോണത്. 22 ഡിഗ്രി അതിലാണ് നമ്മള് ടെമ്പറേച്ചറിലാണ് പോണത്. എന്നിട്ടും AC സെറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ടും ചൂടാണ്. കാർഡ് കഴിഞ്ഞല്ലേ? കാർഡ് വെസ്റ്റേൺ കാർഡ്സ് കഴിഞ്ഞു. ബാംഗ്ലൂർ 36 കിലോമീറ്റർ. ഇവിടുന്ന് മൈസൂർക്ക് പോകാൻ പറ്റൂലേ? 218 കിലോമീറ്റർ. ബാംഗ്ലൂർക്ക് പോണ വഴിയാണ് താഴെ. കോളേജാണ്. ഹോളിവുഡ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ദൂരെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഇത്. നമ്മൾ ബാംഗ്ലൂരുള്ള മച്ചിലിയിൽ വന്നേക്കാണ്. അവിടുത്തെ ഡിഷുകൾ അതൊക്കെ. നമ്മൾ 2 ഫിഷ് കറി മീൽസും പറഞ്ഞിട്ടുണ്ട്. ഒരു അഞ്ചൽ ഫിഷും പിന്നെ ഒരു ക്രാബും പറഞ്ഞിട്ടുണ്ട്. ക്രാബ് ഗീ റോസ്റ്റ്, ബോൺലെസ് ക്രാബ് ഗീ റോസ്റ്റ്. ഇവരെയാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. പിന്നെ നോഹ ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അതിന് റൈസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ഇവിടെ നല്ല തിരക്കാണേ. ഇവിടുത്തെ ഫിഷ് കറി മീൽസ്, അതിൻ്റെ കൂടെ ഒരു മീൻ കറി ഒഴിച്ചിട്ടുണ്ട്. ഇതെന്നാ എല്ലാം മീനാണോ? പ്രോൺസ് തേങ്ങാപ്പീരയിൽ മറ്റേ പീര വെച്ചത്. പിന്നെ ഇത് മറ്റേ ചെമ്മീൻ, ഉണക്കമീൻ്റെ ചമ്മന്തി പോലെ പൊടിച്ചത്. മീൻ കറി ഒഴിച്ചേക്കുന്നു. മീൻ കറി തന്നെ മൊത്തം മീൻ. പിന്നെ ഒരു ബീറ്റ്റൂട്ട്, പപ്പടം. നെയ്മീനായിരിക്കും. വേറെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഏതാ? ക്രാബോ? മീൻ. ഇത് നല്ല രസമാണ് കേട്ടോ. മീൻ, ഉണക്കമീൻ, ചെമ്മീനൊക്കെ. ചെമ്മീനാണ് മെയിനായിട്ട്. വെറുതെ വേറെ ഒരുത്തനോട് ഇരിക്കണുണ്ടല്ലേ? അവനൊന്നും വേണ്ട. മീൻ പീര നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബിരിയാണി? ഉണ്ട് അതിലൊക്കെ ടേസ്റ്റ് ക്രാബാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ക്രാബും മറ്റേ ഇതും ഇഷ്ടപ്പെട്ടു. വെറൈറ്റി സാധനങ്ങൾ. ഇതിൻ്റെ കൂടെ ബിരിയാണി ചേരുമോ? ആവൂലേ? ഇത് മസാല റോസ്റ്റാ, ഫ്രൈ ആയിരുന്നു. അടുത്തേ അതന്നെ. ഓ, നല്ല ചൂട്. അമ്മന് പറ്റിയതാ. വേറെ ടേസ്റ്റാണ്. നമ്മുടെ നല്ല ടേസ്റ്റാണ്. നല്ലതാണോ? ഫ്രഷ് മീൻ, ഫ്രഷ്.